ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ദോശയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ആരോഗ്യപ്രദമായ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ ദോശയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 1 ഗ്ലാസ് പച്ചരിയും 1/2 ഗ്ലാസ് ചെറുപയറും എടുത്തിട്ടുണ്ട്. ഇവ രണ്ടും ഒരു പാത്രത്തിലിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് 6 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കാം. ഇനി 1/2 ഗ്ലാസ് ഉഴുന്ന് നന്നായി കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ 6 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കാം. 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പയറും അരിയും നന്നായി കുതിർന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഉഴുന്നും കുതിർന്നിട്ടുണ്ട്. ഇനി ഉഴുന്ന ഒരു വലിയ ജാറിലിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നന്നായി അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ ജാറിൽ തന്നെ അരിയും പയറും ഇട്ട് കുറച്ച് തണുത്ത വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുത്ത് ഉഴുന്ന മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ദോശ മാവ് പൊളിച്ച് കിട്ടാൻ ഒരു 10 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ. 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് പൊളിച്ചു. മാവിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഒരു തവ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് ഇതുപോലെ കട്ടി കുറച്ച് പരത്തിയെടുക്കുക. ഒരു സൈഡ് വെന്ത് നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ആ സൈഡും നല്ല വെന്തും മൊരിഞ്ഞു വരുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവയും ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഈ ദോശ ഈ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. കട്ടി കുറച്ച് പരത്തി ചുടുന്ന ദോശ നല്ല മുരിഞ്ഞു വരും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിൻ്റെ കൂടെ സാമ്പാറും വെള്ള ചമ്മന്തിയും ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.